നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് 23-ാം തീയതി. 29-ാം തീയതി വീണ്ടും വീണ വിജയനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിന് വളരെയധികം പ്രത്യേകതയുണ്ട്. വീണയ്ക്ക് അയക്കുന്ന മൂന്നാമത്തെ സമൻസ് ആണ് കഴിഞ്ഞ ദിവസം വീണ കൈപ്പറ്റിയത്. ആദ്യം അയച്ച ഇമെയിൽ സമൻസിന് ഈ വീണ വിജയൻ താൻ അസുഖ കാരണങ്ങളാൽ താൻ കുറച്ച് രോഗാവസ്ഥയിലാണ്, തനിക്ക് ആരോഗ്യപരമായി വളരെ ശക്തിയില്ല, അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ അന്നത്തെ ഈ ചോദ്യം ചെയ്യലിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്നൊരു തിരിച്ചൊരു മറുപടി മെയിൽ അയച്ചിരുന്നു. ആ മെയിലിന് തിരിച്ച് പ്രത്യേകിച്ച് ഇഡിയുടെ ഭാഗത്തു നിന്നും മെയിലൊന്നും വന്നില്ല. പക്ഷേ അടുത്ത ദിവസം തന്നെ ഇഡിയുടെ ഭാഗത്തു നിന്ന് രണ്ടാമത്തെ മെയിൽ വരുന്നു. അത് രണ്ടാമത്തെ സമൻസ് ആണ്. ഉടനെ തന്നെ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ എത്തണം, 19-ാം തീയതി തന്നെ എത്തി ഈ ചോദ്യം ചെയ്യലിനായി ഹാജരാകേണ്ടതുണ്ട്. ഹാജരായതിനു ശേഷമാണ് കൃത്യമായി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. ആ ഘട്ടത്തിൽ വീണ വിജയൻ ഹാജരാകുന്നു. അതായത് ഇനി ഹാജരായില്ലെങ്കിൽ കളി മാറും, വീട്ടിൽ വന്ന് തൂക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വക്കീലന്മാരുടെ ഉപദേശത്തിന് പ്രകാരമാണ് വീണ വിജയൻ അവിടേക്ക് എത്തുന്നത്. മാത്രമല്ല ചില രേഖകൾ കൂടി, വീണയുടെ കയ്യിൽ ഒരു വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് തിരിച്ചു വന്നപ്പോൾ ശൂന്യമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ബാഗിൽ വലിയ കനമൊന്നുമില്ലായിരുന്നു. തിരിച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു കനം തോന്നിച്ച ബാഗ് തിരിച്ചു വന്നപ്പോൾ കനമില്ലാതെയാണ് വന്നത്. അപ്പോൾ ആ കയ്യിൽ കൊണ്ടുവന്ന എല്ലാ രേഖയും ഇഡി പരിശോധിച്ച് കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ തന്നെ അന്ന് തന്നെ വീണയോട് പറഞ്ഞ കാര്യമാണ്, ഇനിയും ഒരുപക്ഷെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും, നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും സഹകരിക്കാം എന്ന് വീണ മനസ്സോടുകൂടി ഇഡിയോട് പറയുകയാണ്. പക്ഷേ ഉടൻ തന്നെ ഇഡിയുടെ അടുത്ത സമൻസ് വരുമെന്ന് ഒരു കാരണവശാലും വീണ വിജയൻ അത് കരുതിയതല്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ഒരു സമൻസ് കൂടി വീണയെ തേടി എത്തുന്നു. അതിന് 29-ാം തീയതി ഹാജരാകണമെന്നുള്ളതാണ്. ഇനി 5 ദിവസമാണ് ബാക്കിയുള്ളത്. ഈ 5 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കാൻ വീണ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ നനഞ്ഞിടം കുഴിക്കുന്ന ഒരു ഏർപ്പാട്, അല്ലെങ്കിൽ വീണ്ടും ഒരു തൻ്റെ കുഴി താൻ തന്നെ തോണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അങ്ങനെയെങ്കിൽ വീണ ഒരു പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉൾട്ട പരിപാടി കാണിക്കുകയാണെങ്കിൽ വീണ പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ നിയമോപദേശം എന്ന് പറയുന്നത് വീണ ഹാജരാകണം, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണമെന്നായിരിക്കും. എന്തായാലും ഇതിനിടയിലാണ് ലോക്കറിലെ തിരുവനന്തപുരത്തുള്ള ഈ വീണയുടെ HDFC ലോക്കറിലേക്ക് ഇഡി സംഘം എത്തുകയും 3 മണിക്കൂർ നേരം അവിടെ റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്തത്. റെയ്ഡിൽ നിന്നും നീയൊക്കെ ക്യാമറയും കൊണ്ട് അങ്ങോട്ടേക്ക് അവിടെ കിട്ടും, വലിയ വിസ്മയം കിട്ടുമെന്നൊക്കെ തന്നെ പിണറായി വിജയൻ വലിയ തമാശയ്ക്ക് പറഞ്ഞത് വെറുതെയല്ല. ഒരു അനാവശ്യ കോൺഫിഡൻസോട് കൂടിയാണ് പിണറായി വിജയൻ അത് പറഞ്ഞത്. അത് വെറുതെയല്ല. കാരണം ഇഡി എത്തുന്നതിന് മുന്നേ തന്നെ വീണ വിജയൻ അതിനകത്തുണ്ടായിരുന്ന എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ തവണ ഹാജരായപ്പോൾ വീണ നൽകിയ മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളതായി ഇഡി വ്യക്തമാക്കിയിരുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസുകളുമായി ബന്ധപ്പെട്ട് വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു. ഈ മാസം 29-ാം തീയതിയാണ് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. വീണ ജൂൺ 17-ന് കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് വീണയെ 8 മണിക്കൂറോളം ഇഡി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അന്ന് സമയപരിധി മൂലം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിന്റെ തുടർച്ചയായാണ് ഈ മാസം 29-ന് വീണ്ടും വീണ ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ തവണ ഹാജരായപ്പോൾ വീണ നൽകിയ മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളതായി ഇഡി വ്യക്തമാക്കി. അന്വേഷണ സംഘം ശേഖരിച്ച രേഖകളും വീണ നൽകിയ മൊഴികളും തമ്മിൽ അന്തരമുണ്ടെന്നാണ് സൂചനകൾ. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ HDFC ബാങ്കുകളിലുള്ള വീണയുടെ അക്കൗണ്ടുകളിലും ബാങ്ക് ലോക്കറിലും ഇഡി വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ. കേസുമായി ബന്ധപ്പെട്ട് CMRL ഉടമ ശശിധരൻ കർത്തയെയും മറ്റ് ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇവർ നൽകിയ ഉത്തരങ്ങളും വീണയുടെ മൊഴികളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് ഇഡി പരിശോധിച്ചു. അതേസമയം തുടർന്നുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ സന്നദ്ധ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ആദ്യ നോട്ടീസിന് ഹാജരാകാൻ കഴിയില്ലെന്ന് വീണ അറിയിച്ചിരുന്നുവെങ്കിലും രണ്ടാമത്തെ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച അവർ ഹാജരായിരുന്നു. എന്തായാലും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭ്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ 172 ചോദ്യങ്ങൾക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയോട് ഉത്തരം തേടിയത്. ആദായ നികുതി വകുപ്പ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്നിവയുടെ കണ്ടെത്തലുകളുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. 2 കമ്പനികളുമായി 2017-2021 കാലയളവിൽ നടത്തിയ 2.78 കോടി രൂപയുടെ ഈ കൺസൾട്ടൻസി ഫീസ് ഇടപാടുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണെന്ന് അറിയുന്ന വീണയുടെ മറുപടി. എക്സാലോജിക് കമ്പനിയുടെ കൺസൾട്ടൻസി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം ബംഗളൂരു ഓഫീസിലാണെന്നും അന്നത്തെ പല കാര്യങ്ങളും ഓർക്കുന്നില്ലെന്നും പല ചോദ്യങ്ങൾക്കും വീണ മറുപടിയായി പറഞ്ഞു.
മനസ്സറിവില്ല എന്ന വീണയുടെ മറുപടി പിന്നെ ആർക്കാണ് ഈ ഇടപാടിൽ മനസ്സറിവുള്ളതെന്നും കണ്ടെത്തേണ്ട ബാധ്യതയാണ് ഇപ്പോൾ ഇഡിക്ക് മേൽ വന്നിരിക്കുന്നത്. പണം നൽകിയ CMRL ഉടമകൾ, ഉദ്യോഗസ്ഥർ എന്നിവയുടെ മൊഴികളും വീണയുടെ മൊഴികളും പരിശോധിക്കുന്ന ജോലികൾ ഇന്നലെ തന്നെ ഇഡി തുടങ്ങിക്കഴിഞ്ഞു. CMRL കമ്പനി ഉടമ SN ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യ ജയ S കർത്ത, മകൾ ഷിബി S കർത്ത എന്നിവരുടെ മൊഴികൾ ഈ കേസിൽ നിർണായകമാകുമെന്നാണ് സൂചന. എക്സാലോജിക് ബാംഗ്ലൂരു ഓഫീസിൽ നിന്ന് SFIO ശേഖരിച്ച മുഴുവൻ രേഖകളും ഒന്നുകൂടി പരിശോധിച്ച ശേഷം വീണയെ ഇഡി വിശദമായി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വീണ വിജയൻ ചോദ്യം ചെയ്യലിന് മുന്നിൽ എത്തും. ഒന്നും ഓർമ്മയില്ല എന്നുള്ള ഒറ്റ ഡയലോഗിൽ പിടിച്ചു നിൽക്കുകയാണ്. വീണ പിടിച്ച മീറ്ററിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ശകലം പോലും വീണ വിടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇടിക്ക് ഏറെ നിർണായകമാകും. ആദ്യഘട്ടത്തിൽ 172 ആണെങ്കിൽ ഇനി വരുന്ന ഘട്ടത്തിൽ വീണയുടെ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, അൾഷമേഴ്സ് ഉണ്ടോ, ഓർമ്മക്കുറവുണ്ടോ, ഓർമ്മ പിശകുണ്ടോ ഈ ചെറുപ്രായത്തിൽ എന്ന ചോദ്യമൊക്കെ ചോദിച്ച ഇഡിക്ക് കിട്ടേണ്ട ഉത്തരമൊക്കെ തന്നെ ഇഡി ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഷോൺ ജോർജ് ഒക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. താൻ കൊടുത്ത കേസ് പൂർണ്ണമായും വിജയിക്കുമെന്ന് തന്നെയാണ്. അതായത് മറ്റ് പരാജയമൊന്നുമല്ല, കള്ളന്മാർ രക്ഷപ്പെടരുത്, ശിക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ചും ഒരു മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന, അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ ഇത്തരം ഒരു വലിയ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തുമ്പോൾ അത് വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഷോണിന്റെ പക്ഷം.